ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ജൂൺ 6 വെള്ളി 2025 വാർത്തകളിലേക്ക്. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി. 1 മുതൽ 12 വരെയുള്ള സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധി ആയിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചു. എന്നാൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നാളെ മാത്രമായിരിക്കും. ഇന്നത്തെ ബലിപ്പെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇന്നത്തെ അവധി പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്നത്തെ അവധി മാറ്റി നാളെ മാത്രം അവധി ആക്കിയത്. രാജ്ഭവനിലെ ഭാരതമാതാവ് ചിത്രവിവാദത്തെ തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിപാടി ആരംഭിച്ചത്. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്നും ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലും ഗവർണർ പ്രതിഷേധം അറിയിച്ചു. മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണുള്ളതെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. RSS ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് പൂജിക്കാനോ കുമ്പിട്ട് നിൽക്കാനോ തന്നെ കിട്ടില്ലെന്നും അതാണ് തന്റെ രാഷ്ട്രീയമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. സാധാരണയായി RSS മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കുമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതാംബയുടെ ചിത്രത്തെ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം. പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന ഭീകർക്കെതിരെയും ഹമാസിനെതിരെയും പറഞ്ഞാൽ BJPയെ വർഗീയവാദികളെന്ന് വിളിക്കുന്നവരാണ് പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്നതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ദേശഭക്തരാണെന്നും അവരെ വിഡ്ഢികളാക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുക. 14 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ ഒരുങ്ങിയത്. അവരിൽ 4 പേർ അവസാന നിമിഷം പത്രിക പിൻവലിച്ചു. അതിൽ PV അൻവറിന്റെ അപരനായി നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്ന ചുങ്കത്തറ സ്വദേശി അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള 4 പേരാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ BJP നിലം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിലമ്പൂരിൽ ലഭിക്കും. നിലമ്പൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പ്രചരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രചരണത്തിൽ പിറകിലെന്ന ആക്ഷേപം എതിരാളികൾ കെട്ടിച്ചമയ്ക്കുന്നതാണെന്നും അതിന് അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തവണ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത്. മന്ത്രി കെ രാജനെയും അഭിനന്ദിച്ച സുരേഷ് ഗോപി നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ടെന്നും അവരെ കണ്ടെത്തണമെന്നും പറഞ്ഞു. ദേശീയപാത തകർന്ന കുരിയാട് സന്ദർശിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരുത്തരവാദമായ പ്രവർത്തനങ്ങളുടെ അടയാളമാണ് ദേശീയപാതയുടെ തകർച്ചയെന്നാണ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടത്. ദേശീയപാത തകർച്ചയെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നുവെന്നും KPCC അധ്യക്ഷൻ വിമർശിച്ചു. റാപ്പർ വേടനെതിരായ സംഘപരിവാർ നീക്കങ്ങൾ നവോത്ഥാന കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 4 വർഷം മുമ്പ് പാടിയൊരു പാട്ടിന്റെ പേരിലാണ് ഇപ്പോൾ വേട്ടയാൾ നടക്കുന്നതെന്നും ഉയർന്നുവരുന്ന കലാകാരനായ വേടനെപ്പോലുള്ളവർക്ക് അന്താരാഷ്ട്ര വേദികൾ അവസരങ്ങൾ ലഭിച്ചാൽ അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ഓരോ പൗരനും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ മുന്നേറുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലവസരം എന്നിവ ഉറപ്പാക്കിയ ജനപക്ഷ സർക്കാരാണ് LDF സർക്കാരെന്നും ഇത്തരം വികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോൺഗ്രസും CPM കൊട്ടിഘോഷിക്കുന്നത് പോലൊരു കേരള മോഡൽ വികസന യഥാർത്ഥത്തിൽ സംസ്ഥാനം സംഭവിച്ചില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പകരം ഇവിടെയുള്ളത് കോൺഗ്രസിന്റെയും CPMന്റെയും അഴിമതികളുടെയും സാമ്പത്തിക താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്ന മോഡൽ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇത് സംബന്ധിച്ച വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. മദ്യവെച്ച് വാഹനം ഓടിക്കുന്ന KSRTC ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. മദ്യവെച്ച് ബ്രത്ത് അനലൈസറിൽ പരിശോധിക്കുമ്പോൾ അരിഷ്ടമോ ഹോമിയോ ഗുളിക കഴിച്ചാണെന്ന് കാരണം പറയരുതെന്നും സർക്കാർ PHSCയിൽ നിന്ന് ഫ്രീയായി പാരസെറ്റമോൾ കിട്ടുമെന്നും ഡ്യൂട്ടിക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അത് കഴിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടിയിൽ 1 വയസ്സുകാരന് 72 വയസ്സുകാരൻ്റെ മരുന്ന് മാറി നൽകിയെന്ന് കുടുംബത്തിന്റെ പരാതി. കുഞ്ഞിന് പരിമൂലം ആശുപത്രിയിൽ എത്തിയായിരുന്നു. മരുന്ന് കൊടുത്തതിന് പിന്നാലെ കുഞ്ഞിന് വലിയ അസ്വസ്ഥ ഉണ്ടായെന്നും സൂപ്രണ്ട് അറിയിച്ചിട്ടും പരാതി ഗൗനിച്ചില്ലെന്നും കുടുംബം പറഞ്ഞു. കായംകുളം KPCC സമീപം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണത്തിനായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാർ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി ആരോമലാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട് ദേശീയപാത സമീപത്തുള്ള കുഴിയിൽ വീഴുകയായിരുന്നു. മയ്യഴിപ്പുഴയിലെ കടവത്തൂർ കല്ലേരിച്ചിക്കടവിന് സമീപം യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. തെക്കയിൽ സലിം
ഹംസ ദമ്പതികളുടെ മകനായ മുഹമ്മദാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ IPL കിരീട നേട്ടം ആഘോഷിക്കുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പരന്തൂരം മരിച്ച സംഭവത്തിൽ ബാംഗ്ലൂർ പോലീസ് കമ്മീഷണർക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെയും സസ്പെൻഡ് ചെയ്യും. RCB, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അധികൃതർ, ഈവൻ മാനേജ്മെന്റ് കമ്പനി, DNA-യുടെ അധികൃതർ എന്നിവരുടെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിറക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് സഹായ ഫണ്ട് രൂപീകരിക്കുമെന്നും ഫ്രാഞ്ചൈസി അറിയിച്ചു. ജനക്കൂട്ടത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ച തുടർന്നാണ് അപകടം ഉണ്ടായത്. ടേക്ക് ഓഫിന് പിന്നാലെ കൊള്ളിയാൻ വീശി ആകാശച്ചുഴിയിൽ വീണു വിമാനം. 9 യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് സംഭവം. ബുധനാഴ്ച രാത്രിയാണ് മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനം ആകാശച്ചുഴിയിൽ പെട്ടത്. ദില്ലിയിലെ സാഖ് കോടതിയിലെ ലോക്കപ്പിൽ വിചാരണ തടവുകാരൻ കൊല്ലപ്പെട്ടു. 24-കാരനായ അമൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. അമനൊപ്പം ലോക്കപ്പിൽ ഉണ്ടായിരുന്ന 2 തടവുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കോടതി വളപ്പിൽ തന്നെയുള്ള ലോക്കപ്പിൽ വ്യാഴാഴ്ച ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കൊത്തുവെന്ന് ഒരിക്കലും കരുതുന്ന ഹിലാരി ക്ലിന്റന്റെ പ്രശസ്തമായ പ്രസ്താവന പാകിസ്ഥാനെ ഓർപ്പിച്ച് ശശി തരൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിരപരാധികളാണെന്ന് തിരിച്ചറിപ്പിക്കാൻ US-ലെത്തിയ പാക് സംഘടനത്തോടെയാണ് ശശി തരൂരിന്റെ ഈ പരാമർശം. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച US-ലെത്തിയ സമയത്ത് തന്നെ ഇന്ത്യൻ നടപടി അനുകരിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാനായി മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധി സംഘവും US-ൽ എത്തിച്ചേർന്നിരുന്നു. ഇന്ത്യ ടെക് ഭീകരന്മാരെ ലോകത്തിന് സംഭാവന ചെയ്യുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളെയാണ് സംഭാവന ചെയ്യുന്നത് തേജസ്വി സൂര്യ MP. ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കാറുകളുമായി എത്തിയ കാർഗോ കപ്പലിൽ തീ പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ 3000 കാറുകളുള്ള കപ്പൽ ഉപേക്ഷിച്ച് ജീവനക്കാർ. 22 ജീവനക്കാർ അത്ഭുത രക്ഷ. 1 ജീവനക്കാർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി ചൈന. ചൈന നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായി HQ-9B, HQ-16 എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തടയാൻ സാധിക്കില്ലെന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷ പരിഹാരത്തിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായം തേടിയതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയുമായി റഷ്യ വടക്കൻ ഉക്രൈനിലെ ട്രൈലുക്കി നഗരത്തിൽ വ്യാഴാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. 103 ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്നാണ് ഉക്രൈന്റെ പ്രതികരണം. ഇലോൺ മസ്കിന്റെ കമ്പനിയിൽ സർക്കാർ നൽകുന്ന സബ്സിഡികൾ നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന്റെ കമ്പനിയിൽ സർക്കാർ സബ്സിഡികൾ, നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് $38 ബില്യൺ. ഇത് നിർത്തലാക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയിലേക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കായിക താരങ്ങൾക്കും അമേരിക്കയെ സഹായിച്ചവർക്കുമാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. GST സ്ലാബുകളുടെ എണ്ണം യുക്തിസഹമായി കുറയ്ക്കാൻ GST കൗൺസിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമയിലെ റിലീസ് ട്രെൻഡിന്റെ ഭാഗമായി ബാഹുബലിയും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. വീണ്ടും ചിത്രം തിയേറ്ററുകൾ എത്തുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. എന്നാൽ അതൊരു സാധാരണ റിലീസ് ആയിരിക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.